പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ടുള്ള വയനാട്, ഇടുക്കി, തേക്കടി തുടങ്ങിയ പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും സൈലന്റ് വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് 2013 കോൺഗ്രസിന്റെ എം പി ആയിരുന്ന ശ്രീ പി ടി തോമസ് എം പി അന്ന് ഇന്ത്യൻ പാർലമെന്റ് നിർദ്ദേശിച്ച അന്ന് മൻമോഹൻ സിംഗ് ഉത്തരവിട്ട പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന മാധവ് ഗാഡ്ഗിലിനെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇടുക്കിയിലേക്ക് വിട്ടു. അന്ന് അദ്ദേഹം അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ തടങ്ങളും നീർത്തടങ്ങളും ഉൾപ്പെട്ട മലകളും കുന്നുകളും ഉൾപ്പെട്ട ഈ പ്രദേശങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെന്നും ഇതൊരു കാരണവശാലും ഇവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങോ അല്ല യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നുള്ള നിർദ്ദേശം അന്ന് കേന്ദ്ര ഗവൺമെന്റ് 2013 കൊടുത്തു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ ഡിലേ ആയത് കാരണം 2014 വന്ന BJP ഗവൺമെന്റ് ഈ നിർദ്ദേശത്തിൽ ഒരു ചെറുവിൽ അനക്കിയില്ല. അതിനോടൊപ്പം തന്നെ 30 വെള്ളിക്കാശിന് വേണ്ടി കേരളത്തിന് ഒറ്റുകൊടുത്ത LDF പോലും ഇതിനുശേഷം അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ഈ പറഞ്ഞ മാധവ് ഗാർഡനിലെ ഫയല് മടക്കുകയാണ്. അതിനുശേഷം അവർക്കെല്ലാം നിർലോഭം അവിടെ ബിൽഡിംഗ് കൊടുക്കാൻ ബിൽഡിംഗ് പണിയാനും അനുമതി കൊടുത്തു. അതിന്റെ ഏറ്റവും വലിയ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന 250 പേര് അവിടെ വളരെ ദയാഹീനമായ സന്ദർഭം ഉണ്ടായത്. രാത്രി 1:30 അവിടെ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. അതിനുശേഷം 2 തവണ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. ഈ പ്രദേശങ്ങള് ഭൂമിക്കടിയിലുണ്ടായ ഈ ഏറ്റവും വലിയ പ്രതിഭാസമാണ് ഇന്ന് PT പറഞ്ഞ ആ ഒരു ആശയം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച ഒരു സന്ദർഭമാണ്. ഇനിയെങ്കിലും ഈ അധികാരികൾ ഇപ്പം നിലവിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്ത് ഇതിനൊരു പിന്നെ ആ സർവീസ് പോസിബിൾ എത്രയും പെട്ടെന്ന് നമുക്ക് പരിഹാരമാണ് വേണ്ടുന്നത്. അല്ലാതെ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എത്രയും പെട്ടെന്ന് ഇനിയും ഇതുപോലെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ വിനീതമായി ആവശ്യപ്പെടുന്നു എന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രഹ്മയുഗം മാത്യൂസ്.